എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പാല് വാങ്ങുമ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലെ കാലിയായിട്ടുള്ള പാൽ കവറുകൾ. എന്ത് ചെയ്യുന്നറിയാതെ നമ്മളവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. കൊച്ചു വീഡിയോ ആണ്, കൊച്ചു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. പാലിൻ്റെ കവറ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ഒട്ടിക്കണം. ഒന്നുകിൽ നമ്മുടെ അയൺ ബോക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സൈഡ് ഫുള്ളൊന്ന് തൊടിയിച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഒട്ടിക്കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഴുകുതിരിയോ ലൈറ്ററോ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. എങ്ങനെയായാലും അതൊന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി അതിൻ്റെ ആ ഒരു അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു നല്ലൊരു പൈപ്പിംഗ് ബാഗ് നമുക്ക് കിട്ടും. പാലിൻ്റെ കവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു കവറിൻ്റെ ആ ഒരു മെറ്റീരിയൽ നല്ല സുഖമല്ല പിടിക്കാനായിട്ട്. കുറച്ചൊരു സോഫ്റ്റാണ്, പിന്നെ നന്നായിട്ട് ഇങ്ങനെ നമുക്ക് നല്ല ഫ്ലെക്സിബിളാണ്. നമുക്ക് സാധാരണ കവറിനേക്കാളും നല്ല ഈസി ആയിട്ട് പിടിക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഒട്ടിക്കണം എന്ന് മാത്രം കേട്ടോ, വിട്ട് പോരരുത്. അപ്പോൾ ബാക്കിയുള്ള പീസ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കവർ കൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. പൈപ്പിങ്ങിനെ നമ്മൾ ആ ഒരു ക്രീം ഫില്ല് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയൺ ബോക്സ് വെച്ചാണ് നമ്മൾ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഒരുപാട് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കവറല്ലേ ഒരു കൂട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, പിന്നെ വീണ്ടും അടുത്ത ഭാഗം അങ്ങനെ ടച്ച് ചെയ്ത് പോവാം കേട്ടോ. ചെറുതായിട്ട് ആ തുമ്പ് മാത്രം. ഇനി നേരത്തെ ചെയ്ത പോലെ ആ തുമ്പ് കട്ട് ചെയ്യുക, പിന്നെ നമ്മുടെ നോസിൽ ഇതിലിടുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പൈപ്പിംഗ് ബാഗും റെഡിയായി. അപ്പോൾ ഒരു കവർ കൊണ്ട് നമുക്ക് ചെറുതാണെങ്കിൽ 2 പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാം. ഇനി വേണമെങ്കിൽ ഒറ്റ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്തിട്ട് പാലെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഭാഗത്തെ ഹോള് കുറച്ച് വലുതാക്കുകയും ചെയ്യാം. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നോസിലിടാം, മറ്റേ ഭാഗത്തൂടെ നമുക്ക് ക്രീം ഫില്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് വലിയൊരു പൈപ്പിംഗ് ബാഗായിട്ട് കിട്ടും. ഷേപ്പ് കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ നമുക്ക് യൂസൊക്കെ ഇതുകൊണ്ടും നടക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ക്രീമൊക്കെ ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിച്ച് നന്നായിട്ടൊക്കെ തിരിക്കാനും നല്ല ടൈറ്റ് ആക്കാനൊക്കെ പറ്റും ഈ പാൽ കവറ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും ഈ ഒരു പൈപ്പിംഗ് ബാഗ്. അപ്പോൾ നമുക്ക് പാലിൻ്റെ കവറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗ് ആവശ്യമെടുത്തൊന്നും വാങ്ങിക്കേണ്ട, ഇത് വെച്ചിട്ട് ചെയ്യാം നമുക്ക് വീട്ടിൽ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ പാലിൻ്റെ കവർ നമുക്ക് നല്ലൊരു പൈപ്പിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 2-3 തരത്തിൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ കുറച്ച് ക്രീമിൻ്റെ ആവശ്യം വരുമ്പോൾ ചെറുതെടുക്കാം, കൂടുതൽ ക്രീം ഫില്ല് ചെയ്യണമെങ്കിൽ ഈ വലുതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഇടാനുള്ള നോസിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഇന്നലെ ഞാനൊരു പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലുണ്ട്. അപ്പോൾ കാണാത്തവരത് കണ്ട് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും ടൈം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹായ് പറയാനുള്ളവർക്കുള്ള ഹായ് വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്